അപ്പോൾ ഇന്നൊരു കുഞ്ഞ് പർച്ചേസിങ് വീഡിയോ ആണ്. നമ്മുടെ ഉക്രൂനെയും കുക്കിറിനെയും കൂടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള AKVയിലേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വണ്ടികളെ കണ്ടപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞിട്ട് ഇതേ ബുള്ളറ്റൊക്കെ എടുത്ത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 സംതിങ് എത്ര രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേ കുറച്ച് കാറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു തോക്ക് പോലത്തെ സാധനം കണ്ടപ്പോൾ ഞാൻ എന്തിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയിട്ടാണ്. പേനയെന്നാണ് തോന്നണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് അത് അവിടെ കൊണ്ടുവച്ചു. കാരണം അവൻ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ പിന്നെ അവൻ്റെ കണ്ണ് പോയത് സ്പൈഡർമാനിക്കാണ്. അപ്പോൾ ഞാൻ എന്ത് അതും എടുത്തിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യിക്കാൻ നോക്കിക്കൊണ്ടിരിക്കണേ. ഇതിങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ കറങ്ങണ സാധനം നേരെ കുറുട്ടൻ്റെ കണ്ണ് അതിലേക്ക് പോയിട്ടാ. പിന്നെ അവൻ അത് മതിയെന്നായി. അപ്പോൾ ഈ നേരമൊക്കെ ഞാൻ അവളോട് പറയേണ്ട അവൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോളാം കേട്ടോ. അധികം സാധനങ്ങൾ ഉക്കുറ് തന്നെയാണ് മേടിച്ച് കൂട്ടിയത്. അപ്പം ഇങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ള പേനകൾ തന്നെ പലതരത്തിൽ കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പലതരത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പണ്ടത്തെ കാലത്തൊന്നും ഇത്രയ്ക്കും വിപുലമായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു ഫിഷിൻ്റെ രൂപത്തിലുള്ളൊരു പേന കണ്ടു. അപ്പോൾ അവൾക്ക് അത് മതി എന്ന് പറഞ്ഞ കാരണം അപ്പോൾ അത് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഐറ്റംസ് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും. പോരാതെ തന്നെ കുട്ടികൾക്ക് നമ്മൾ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോഴൊക്കെ എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ഒരു ഫുൾ ഇതാണ് നമ്മുടെ ഈ AKV എന്ന ഷോപ്പ്. അപ്പോൾ അവൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് കണ്ടപ്പോൾ അവളിങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ഇതെന്തായാലും അവൾക്ക് ഉപകാരപ്പെടില്ല. അപ്പോൾ അതൊരു വെറൈറ്റി സാധനമാണ്. ഇങ്ങനെ ഓരോ ചീട്ടിൽ ഓരോരോ പടങ്ങളുണ്ടാവും. അപ്പോൾ അതിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പേര് പറയും അങ്ങനെ. അപ്പോൾ അവളിപ്പോൾ ഏകദേശം 2ലൊക്കെ ആയാലും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവളിങ്ങനെ ഭയങ്കരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കാൻ അവൾക്ക് പറ്റിയതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവന് പറ്റിയതൊക്കെ അവൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു കളറ് ഇങ്ങനെ എന്താ പറയുക, പണ്ട് ഞാൻ അതുപോലെ കണ്ടിട്ടുണ്ട്, സിൽക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ ഒരു പേന. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് ഒരെണ്ണം വേണമെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അതൊരെണ്ണം അങ്ങനത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ മത്സ്യത്തിൻ്റെ ആ ഒരു പേന കണ്ടില്ലേ, അതും വേണമെന്ന് പറയണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കാണാനേ ഭംഗിയുള്ളൂ. പിടിച്ച് എഴുതാനുള്ള ഒരു സുഖം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ വിരലിൻ്റെ ഇടയിൽ ഇരുന്നാലല്ലേ നമുക്കത് കറക്റ്റ് എഴുതാൻ പറ്റുള്ളൂ. കൊച്ചിനത് വേണം തന്നെ പിടിച്ച വാശിയായിരുന്നു. പിന്നെ മേടിച്ച് കൊടുത്തു കേട്ടോ. ഞാൻ മാക്സിമം അതിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. അപ്പം എന്തായാലും അതന്നെ സെറ്റാക്കി. ഇപ്പോഴും ഉക്രൂട്ടൻ ആ സ്പൈഡർമാനിൽ നിന്ന് കൈ വിട്ടിട്ടില്ല കേട്ടോ. ആൾക്കിനെ കറക്കിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിങ്ങനെ കുരങ്ങന്മാരെ കാണുമ്പോൾ, ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുരങ്ങൻ്റെ ടോയ്സൊക്കെ കാണുമ്പോൾ അത് മേടിച്ചുകൊണ്ടിരാൻ എനിക്ക് ഇങ്ങനെ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു കുരങ്ങൻ്റെ ടോയ്സും കൂടി കണ്ടപ്പോൾ അതും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊന്നും കൊടുത്തില്ല, ഞാൻ തന്നെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.